Hello all, welcome to our new YouTube channel Tricky World. ഇത് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ വീഡിയോയിൽ തന്നെ നമുക്ക് ബോണ്ട് ഓർഡർ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. പലർക്കും ഈ ട്രിക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത വർഷം അതായത് നീറ്റ് 2022 എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലത് തന്നെയാണ്. സാധാരണ നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഉപയോഗിച്ചിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഉപയോഗിക്കാതെ തന്നെ ആ ഒരു സീരീസ് എഴുതാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു മിനിറ്റ് തന്നെ വേണമെന്നില്ല, ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റാണ്. അത് വെച്ചിട്ട് എന്തായാലും നമുക്ക് ഈ സീരീസൊക്കെ എഴുതി കണ്ടുപിടിക്കാൻ എന്തായാലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സീരീസ് ഒന്നും അറിയുന്നില്ലെങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് N2ൻ്റെയും O2ൻ്റെയും ബോണ്ട് ഓർഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി അല്ലാതെ തന്നെ നമുക്ക് N2ൻ്റെയും O2ൻ്റെയും ബോണ്ട് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, N2 എന്ന് പറയുന്നത് Nൻ്റെ ഇടയിൽ 3 ബോണ്ട് ഉള്ളതാണ്. അതുപോലെ O2 എന്ന് പറയുന്നത് Oൻ്റെ ഇടയിൽ 2 ബോണ്ട് ഉള്ളതാണ്. അപ്പോൾ ഈ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദം, അങ്ങനെയാണ് നമ്മൾ സാധാരണ ബോണ്ട് ഓർഡറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം N2ൻ്റെ ബോണ്ട് ഓർഡർ എത്ര വന്നു? 3 വന്നു. O2ൻ്റെ ബോണ്ട് ഓർഡർ 2. ഈ 2 വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത്. ഇത് കുറേ എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പം നീറ്റ് ആയാലും JEE ആയാലും കീം ആയാലും കൂടെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. N2ൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണ്. അതുപോലെ O2ൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 16 ആണ്. ഈ ഒരു നമ്പർ ഓഫ് ആ ഇലക്ട്രോണിൻ്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കോമ്പൗണ്ട്സിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പം നമുക്കൊരു കോമ്പൗണ്ട് എടുക്കാം, X2. അതിനിപ്പോൾ നിങ്ങൾ എടുക്കുന്ന റെഫറൻസ് N2 ആണെന്ന് വിചാരിക്കുക. O2 നമുക്കൊന്ന് മാറ്റി വച്ചേക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന റെഫറൻസ് N2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ X2നുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12, സപ്പോസ് 12 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് C2 എന്നുള്ള ഒരു മോളിക്യൂളാണ്, ഡൈ കാർബൺ എന്നുള്ള ഒരു മോളിക്യൂളാവും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 12 എന്ന് വരുമ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ 2 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ 14 എന്ന് 12ലേക്കാവാൻ 2 നമ്പറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 14 എന്ന നമ്പറിൽ വരുമ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ 3 ആയിരിക്കും. അപ്പോൾ ഈ 2 ഡിഫറൻസ് എന്ന് പറയുമ്പം അത് 2 ആവും അതിൻ്റെ ബോണ്ട് ഓർഡർ. അതായത് 14ന് ഒരു ഇലക്ട്രോൺ കുറയുമ്പോൾ അതിന് 0.5ൻ്റെ വ്യത്യാസം കാണും. അതായത് 0.5 ഈ 14ന് താഴോട്ട് പോകുന്തോറും ഈ 3യിൽ നിന്ന് 0.5 കുറച്ച് വരണം. ഇപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 13 ആണെന്ന് സപ്പോസ് വിചാരിക്കുക. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 13 ആണ്. അപ്പം അതിൻ്റെ റെഫറൽ കോഡ് നിങ്ങൾ N2 ആണ് കൊടുത്തെങ്കിൽ അതിൻ്റെ ബോണ്ട് ഓർഡറിൽ നിന്ന് 0.5 കുറയ്ക്കണം. അപ്പം 14 വരുമ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ 3 അല്ലേ, അപ്പോൾ 13 വരുമ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ 2.5 ആയിരിക്കും. ഈ 3യിൽ നിന്ന് 0.5 കുറയ്ക്കണം, അപ്പം 2.5 വരും. അങ്ങനെ വരുമ്പോഴാണ് C2, അതായത് അതിൻ്റെ ഇലക്ട്രോണിൻ്റെ നമ്പർ 12 വരുന്നത്. അതിൽ നിന്ന് 0.5 2 തവണ കുറയ്ക്കണം. 2 തവണ ഈ 12ലേക്ക് പോകാനുണ്ട്, അപ്പോൾ 2 തവണ ഇത് കുറയ്ക്കണം. അപ്പോഴാണ് 2 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 14ൽ നിന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അതിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 13 ആയാലും 12 ആയാലും 11 ആയാലും 10 ആയാലും അതിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് വന്നാലും ഈ 3 എന്നുള്ള ബോണ്ട് ഓർഡറിൽ നിന്ന് 0.5 കുറയ്ക്കണം. അതായത് 13 വരുമ്പോൾ ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ 2.5 ആവും. 12 എന്ന് പറയുമ്പം അതിൻ്റെ ബോണ്ട് ഓർഡർ 2 ആവും. 11 എന്ന് പറയുമ്പോൾ 1.5ഉം 10 എന്ന് പറയുമ്പോൾ 1ഉം ആവും. അതിൽ നിന്ന് തന്നെ ഇപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇപ്പം 14നേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കും. ഇപ്പം 15 ആയാലും 16 ആയാലും 17 ആയാലും 18 ആയാലും അതിൻ്റെ ബോണ്ട് ഓർഡർ 3യിൽ നിന്നും കുറയുക തന്നെ ചെയ്യുന്നത്. അതായത് എത്ര ഇത് ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14ൽ നിന്നും കുറയുന്നതാണേലും കൂടുന്നതാണേലും ബോണ്ട് ഓർഡർ 3യിൽ നിന്ന് 0.5 വ്യത്യാസം വരും, അതായത് 0.5 കുറയും. അപ്പോൾ 15 വരുമ്പോഴും 2.5, 16 വരുമ്പോൾ 2, 17 വരുമ്പോൾ 1.5, 18 വരുമ്പോൾ 1.
അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം O2ൻ്റെ ബോണ്ട് ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2 ആണെന്ന്. അപ്പം ഈ N2 എന്നുള്ള റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾക്ക് 16 എന്നുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ നിന്ന് ബോണ്ട് ഓർഡർ 2 ആണെന്ന് കിട്ടും. അതായത് നിങ്ങൾ O2ൻ്റെ ബോണ്ട് ഓർഡർ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും കൂടെ N2ൻ്റെ ബോണ്ട് ഓർഡർ മാത്രം അറിയാമെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ള കുറച്ച് എലമെൻറ്റ്സ്, അതായത് ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ വരുന്ന എലമെൻറ്റ്സിൻ്റെ ബോണ്ട് ഓർഡർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, അതായത് കുറച്ച് സെക്കൻഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറേ എക്സാമിൻ്റെ പേപ്പറിൽ കാണാൻ പറ്റും O2, O2 മൈനസ്, O2 2 മൈനസ്, O2 പ്ലസ് എന്നിങ്ങനെയുള്ളതിൻ്റെ ബോണ്ട് ഓർഡറിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ഇതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും പറ്റും. അതിൻ്റെ ഓർഡർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതാനും പറ്റും. അതുപോലെ തന്നെ CN മൈനസ്, CN, CO അങ്ങനെയുള്ള കുറച്ച് കോമ്പൗണ്ട്സിൻ്റെയും ബോണ്ട് ഓർഡർ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ട്രിക്ക് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ യൂസ്ഫുൾ ആയവർ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ വീഡിയോയും എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.